ബീജിംഗിലെ സിംഗ്വ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനെ വിചാരണ ചെയ്യുന്ന രംഗത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. സിംഗ്വ യൂണിവേഴ്സിറ്റിയിൽ ഭൗതികശാസ്ത്രം പഠിപ്പിച്ചിരുന്ന അധ്യാപകനെ 50,000-ഓളം വരുന്ന മിലിറ്റൻ്റായിട്ടുള്ള യുവതി യുവാക്കൾ ചേർന്നുകൊണ്ട് വിചാരണ ചെയ്യുന്നൊരു രംഗം. 1966 ചൈനയിൽ കൾച്ചറൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭൗതികശാസ്ത്രം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച അധ്യാപകനെ അദ്ദേഹം തന്നെ പഠിപ്പിച്ച കുട്ടികൾ വിചാരണ ചെയ്യുകയാണ്. ആരോപണം ഇതാണ്: ആറ്റം ബോംബ് കണ്ടെത്താൻ വേണ്ടി അമേരിക്കയിലേക്ക് കുടിയേറിയ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിയമങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു. ബിഗ് ബാങ് എന്ന് പറയുന്നതിലൂടെയാണ് പ്രപഞ്ചമുണ്ടായതെന്നും ആ സമയമുണ്ടായത് ബിഗ് ബാങ്ങിന് ശേഷമാണെന്നും പറയുന്നതിലൂടെ സമയമില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്നും അതിലൂടെ ദൈവസങ്കല്പങ്ങൾക്കുള്ള ഗ്യാപ്പുകൾ കൊടുക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ട് അയാളെ വിചാരണ ചെയ്യുകയും പരസ്യമായിട്ട് അടിച്ചുകൊല്ലുകയും അതിന് 50,000-ഓളം വരുന്ന യുവതി യുവാക്കൾ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു രംഗമാണ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ വിഞ്ചി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. തൻ്റെ അച്ഛനെയാണ് വിചാരണ ചെയ്യുന്നത്. തൊട്ടപ്പുറത്തതിന് ഒത്താശ ചെയ്യുന്നത് തൻ്റെ അമ്മയും. ചൈനീസ് കൾച്ചറൽ റവല്യൂഷനിടയിൽ നടക്കുന്ന ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ലിയു സിങ്സി എഴുതിയ ഏറ്റവും പ്രചാരമുള്ള നോവലായിട്ടുള്ള 3 ബോഡി പ്രോബ്ലത്തിൻ്റെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ആരംഭിക്കുന്നത്. വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നാവുന്ന രംഗങ്ങളിലൂടെ 1ാമത്തെ എപ്പിസോഡിൽ നിന്നും 8ാമത്തെ എപ്പിസോഡ് വരെ എത്തുമ്പോൾ വളരെ ഗംഭീരമായൊരു കഥ പറച്ചിൽ നമുക്കതിൽ കാണാൻ സാധിക്കും. 1966 മുതൽ 400 വർഷം ഇപ്പുറമുള്ള മുഴുവൻ കഥയും ആ നോവലിലുണ്ടെങ്കിലും ഏകദേശം ഫസ്റ്റ് സീസണിലെ 8 എപ്പിസോഡുകൾ മാത്രമാണ് നെറ്റ്ഫ്ലിക്സിൽ ചിത്രീകരിച്ചുകൊണ്ട് റിലീസായിട്ടുള്ളത്. അപ്പോൾ 3 ബോഡി പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ആ സീരീസിൻ്റെ ഒരു കഥ പറയണമെന്നുള്ളത്. ഇങ്ങനെ 1966 സംഭവത്തിന് ശേഷം ചൈനയിലെ വിപ്ലവത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ചൈന വളരെ വേഗത്തിലുള്ള പല മാറ്റങ്ങളിലും കണ്ടു തുടങ്ങുന്ന സമയമാണ്. ഇന്നർ മംഗോളിയക്കടുത്തുള്ള പ്രദേശത്ത് നിന്ന് വൻതോതിൽ മരങ്ങൾ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പിലേക്ക് നമ്മുടെ നേരത്തെ കഥ പറയുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞ വിഞ്ചി എന്ന് പറയുന്ന പെൺകുട്ടി എത്തിച്ചേരുന്നു. അവിടെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1962 റേച്ചൽ കഴ്സൺ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നൊരു പുസ്തകം അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത്. നേച്ചർ ഒറ്റയ്ക്കല്ല എന്നും ഒന്നും ഒറ്റയ്ക്ക് നിലനിൽക്കുന്നില്ല എന്നുമുള്ള വരികളോടുകൂടി ആരംഭിക്കുന്ന സൈലന്റ് സ്പ്രിങ്ങിനെ കൈവശം വച്ചിരിക്കുന്നത് അധികാരികൾ കണ്ടെത്തുകയും വിഞ്ചിയെ ജീവിതകാലം മുഴുവൻ ജയിലിലിടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ അവൾക്ക് മുന്നിൽ ഒരു അവസരമുണ്ടായിരുന്നു. റെഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു വലിയ ഗവേഷണ സ്ഥാപനം ഒരു വലിയ ആൻറ്റിനയുമായിട്ട് അവൾ വർക്ക് ചെയ്യുന്ന ഇന്നർ മംഗോളിയയുടെ മലനിരകൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ അതിനകത്ത് പ്രവർത്തിക്കുക, അതും ഒരു ശിക്ഷയാണ്, അല്ലെങ്കിൽ ജയിലിൽ കഴിയുക. ഈ 2 കാര്യങ്ങളിൽ ഒരെണ്ണമായിരുന്നു അവൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഭൗതികശാസ്ത്രജ്ഞനായതുകൊണ്ടും പ്രൊഫസർ ആയതുകൊണ്ടും അവളും അതിൽ പഠിച്ചിരുന്നത് കൊണ്ടും ഭൗതികശാസ്ത്രം പഠിച്ചിരുന്നത് കൊണ്ടും ആ ടെലസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടും അവൾ തൻ്റെ ശിക്ഷ ജീവിതകാലം മുഴുവൻ അതിനകത്ത് കഴിച്ചുകൂട്ടാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി സാൻഡി എന്നറിയപ്പെടുന്ന 4 പ്രകാശവർഷം അകലെയുള്ള ഒരു ഇൻ്റലിജൻ്റ് സ്പീഷീസിനെ കോൺടാക്റ്റ് ചെയ്യുന്ന അവസരം 1967 സംജാതമാകുന്നത്. 3 ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന സീരീസ് സത്യത്തിൽ ഭൗതികശാസ്ത്രത്തെക്കുറിച്ചോ പൊതുവെ ശാസ്ത്രത്തെക്കുറിച്ചോ കുറിച്ചെങ്കിലും അറിവുള്ളവർക്ക് കാണാൻ താല്പര്യം തോന്നുന്ന ഒരു എപ്പിസോഡാണ്. അല്ലാത്തവർക്കും കാണാം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ശാസ്ത്രീയ വശങ്ങളെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും. ഇതൊരു പോഡ്കാസ്റ്റ് പോലെയുള്ള എപ്പിസോഡാണ്. അതായത് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കഥ പറയാൻ കഴിയുന്ന ഭാഗങ്ങളെ, സെഗ്മെൻറ്റുകളെ അല്പം നീളത്തിന് നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് കിടന്നത് ഇമേജിൻ ചെയ്യാനോ കണ്ട സീരീസുകളോ കഥകളോ ആണെങ്കിൽ അതിനെ റീക്യാപ്പ് ചെയ്യാനോ സാധിക്കും. ഇനി സ്പോയിലർ ആകുമെന്ന് വിചാരിക്കുന്നവർ അത് കണ്ടതിന് ശേഷം, ഇപ്പോൾ 3 ബോഡി പ്രോബ്ലം കണ്ടതിന് ശേഷം ഈ സീരീസ് കാണാനായിട്ട് തിരികെ വരിക. വലിയൊരു ആൻറ്റിന മലയുടെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമായി ചേർന്നുകൊണ്ട് കുറേ പേര് റിസർച്ച് പർപ്പസിനും മറ്റും അതിനകത്ത് താമസിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് ആ ആൻറ്റിന, ആ ബേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള സന്ദേശം അയക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി നിരന്തരം പല ഫ്രീക്വൻസിയിൽ പല ദിശയിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിഗ്നലുകൾ അയക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന ചൈനയുമായി ബന്ധപ്പെട്ട ആ ഭരണാധികാരികൾക്ക് പ്രപഞ്ചം കീഴടക്കാൻ അന്യഗ്രഹ ജീവികളുടെ സഹായം നേടാൻ സാധിക്കുമെന്നും മിസൈലുകളേക്കാൾ വളരെ സ്ട്രോങ് ആയത് ഇത്തരത്തിലുള്ളൊരു ചുവടുവയ്പ്പാണ് എന്നും അവൾ മനസ്സിലാക്കുന്നു. എന്ന് പറയുന്ന കഥാപാത്രം മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അവിടുത്തെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള സമവാക്യങ്ങളും മറ്റും മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു വലിയ ആൻറ്റിനയും ആംപ്ലിഫയറുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
സിഗ്നലുകൾ സൂര്യനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അയക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തേക്കും അത് സ്ട്രോങ് ആയിട്ട് എത്തിച്ചേരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ 1968കളിൽ വളരെ ശക്തമായൊരു സിഗ്നൽ സൂര്യനെ ലക്ഷ്യമാക്കി ആ ആൻറ്റിനയുടെ സഹായത്തോടു കൂടി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അയക്കുന്നു. സത്യത്തിൽ അവൾക്ക് ഒരു അവകാശമുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ. കാരണം സൂര്യന് നേർക്ക് ആൻറ്റിനെ തിരിച്ചു വയ്ക്കാൻ അധികാരികൾ സമ്മതിക്കുമായിരുന്നില്ല. എന്നാൽ അവരറിയാതെയാണ് ആ സിഗ്നൽ അയച്ചത്. 1977 വരെയാണ് പിന്നീടുള്ള കാലഘട്ടം ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുന്നത്. അവിടെ ഒരു സിഗ്നൽ അവളുടെ ആൻറ്റിനയിൽ തിരികെ വന്ന് വീഴുന്നു. ആരും അറിയാതെ ആ ഒരു സിഗ്നലിനെ ഡീകോഡ് ചെയ്യുമ്പോൾ അവൾ മനസ്സിലാക്കുന്നത് അന്യഗ്രഹ ജീവികൾ തിരിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആ അയച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവികൾക്കകത്ത് തന്നെ വാണിംഗ് തരാൻ വേണ്ടിയാണ്. അതായത് എല്ലാ അന്യഗ്രഹ ജീവികളും അറിഞ്ഞില്ല. അതിൽ ഈ സിഗ്നൽ കിട്ടിയ വ്യക്തി പറയുന്നു, ഈ മെസ്സേജിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യരുത്, നിങ്ങളുടെ കോർഡിനേറ്റ്സ് ഞങ്ങൾക്ക് അയക്കരുത്. കാര്യം ഇനി നിങ്ങളിതിന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തിരക്കി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കീഴടക്കും. എന്നാൽ ഓൾറെഡി ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും പരിസ്ഥിതി നശീകരണവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയ വിചാരിച്ചത് മനുഷ്യരാശിക്ക് ഇനി സ്വയം ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല എന്നും പുറത്തു നിന്നുള്ള ആരെങ്കിലും വന്ന് മനുഷ്യരാശിയെ കൂടി രക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുമുള്ളൊരു ചിന്തയിലായിരുന്നു. അങ്ങനെ അവൾ തിരിച്ച് റിപ്ലൈ അയച്ചു, ഞങ്ങൾക്കോ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ വന്ന് ഞങ്ങളെ കോൺകർ ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സ്വാഭാവികമായിട്ടും ഒരു ജീവി വർഗ്ഗത്തിന് നമ്മളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കോർഡിനേറ്റ്സ് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത്യാവശ്യം ടെക്നോളജി ഉണ്ടെങ്കിൽ നമ്മളെ തപ്പി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ച് നമ്മൾ അങ്ങോട്ടായാലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അയച്ച മെസ്സേജ് റിസീവ് ചെയ്യുകയും ഭൂമിയിലേക്കുള്ള യാത്ര തിരിക്കാൻ വേണ്ടി 4 പ്രകാശവർഷം അകലെയുള്ള സാൻറ്റി എന്ന് പറയുന്ന അന്യഗ്രഹ ജീവികൾ തയ്യാറെടുക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനകൾ നമുക്ക് സീരീസിൽ നിന്ന് മനസ്സിലാക്കാം. സാൻറ്റി എന്ന് പറഞ്ഞാൽ ചൈനയിൽ 3 ബോഡി പീപ്പിൾ എന്നാണ്. അതായത് 3 ബോഡി സിസ്റ്റത്തിൽ കഴിയുന്ന ഗ്രഹത്തിലുള്ള അന്യഗ്രഹ ജീവികളെക്കുറിച്ചാണ് സീരീസ് പറയുന്നത്. ഇതിൻ്റെ 3 ബോഡി പ്രോബ്ലം അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് 2 വീഡിയോസുകൾ തൊട്ട് മുമ്പ് ഞാൻ എപ്പിസോഡായി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചാനൽ സന്ദർശിച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം. അങ്ങനെ 1977 കഥ പറയുന്നതിനിടയ്ക്ക് തന്നെ മൈക്ക് ഇവാൻസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇന്നർ മംഗോളിയയിലെ തന്നെ ഒരു പ്രദേശത്ത് പ്രത്യേക തരത്തിലുള്ള പക്ഷികൾ ഇല്ലാതാകുന്നതിനെ തടയുന്നതിന് വേണ്ടി പരിസ്ഥിതി സംരക്ഷകനായിട്ടുള്ള ഇവാൻസ് പ്രവർത്തിക്കുന്ന ഒരു കുടിലേക്ക് അവൾ ചെല്ലുകയും അവർ പരിചയപ്പെടുന്നതുമാണ് കഥ. അതിനുശേഷം സിംഗ്വ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി മാറുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ആ പ്രൊഫസറായി മാറുന്ന സമയത്ത് തന്നെ ഇവാൻസ് തൻ്റെ അച്ഛൻ്റെ ഓയിൽ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് കോടീശ്വരനാവുകയും ഇവാനോട് ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളായിട്ടുള്ള സാൻഡി തന്നെ കോൺടാക്റ്റ് ചെയ്ത കാര്യവും മെസ്സേജിനായി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവഞ്ച്വലി ഓയിൽ റിഗുകളിൽ ഒന്നിനെ അന്യഗ്രഹ ജീവികളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ബേസായി ഇവാൻ രൂപപ്പെടുത്തുകയും അതിനുശേഷം ഇവാൻ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്കിപ്പുറം അന്യഗ്രഹ ജീവികൾ ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും അവർ വിശ്വസിക്കുന്നുണ്ടെന്നും അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അന്യഗ്രഹ ജീവികൾ കാത്തിരിക്കുകയാണ് എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് കഥയുടെ പോക്ക്. അത്തരത്തിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഡെയിലി ബേസിസായി സാൻഡിയെ ദ ലോഡ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയും ഒരു കൾട്ടും തന്നെ രൂപപ്പെടുത്താൻ ഇവാൻസിനും വിഞ്ചിക്കും സാധിക്കുകയും അത്തരത്തിലുള്ള ഒരു രംഗം പുറം ലോകം അറിയാത്ത രീതിയിൽ സ്വരൂപിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് കഥയുടെ ആദ്യ ഭാഗങ്ങൾ പറയുന്നത്. നിങ്ങൾ 3 ബോഡി പ്രോബ്ലം നെറ്റ്ഫ്ലിക്സിൽ കാണുമ്പോൾ ഈ ഒരു ടൈം ലൈനിലല്ല കാണുന്നത്. പകരം പ്രസൻറ്റ്, അതായത് 2016 മുതലുള്ള കാര്യങ്ങൾ പറയുകയും അതിനിടയ്ക്ക് പഴയ കാര്യങ്ങൾ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ് എന്നുള്ള കഥയായിട്ടല്ല ഞാൻ പറയുന്നത്. പകരം 1966 ശേഷമുള്ള ടൈം ലൈനിലെ കാര്യങ്ങൾ നിങ്ങളോടിങ്ങനെ വിശദീകരിച്ച് വരികയാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാകും. എന്നിട്ട് കഥ ആരംഭിക്കുന്നത് 1ാമത്തെ എപ്പിസോഡിൽ പറയുന്ന മറ്റൊരു സംഭവത്തിലാണ്. അതായത് ഇതിൽ കുറച്ച് ഫിസിസിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രോമിനൻ്റായ കുറേ ശാസ്ത്രജ്ഞർ മരണപ്പെടുകയും ആ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി വരെ സാധ്യതയുള്ള ശാസ്ത്രജ്ഞരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വെയ്ഡ് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചും, അതായത് ഒരു മെയിൻ പോലീസ് തലവനെക്കുറിച്ചും കഥയിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ എന്തുകൊണ്ട് ഫിസിസിസ്റ്റുകൾ ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയും മരിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾ കൊളൈഡറുമായി പ്രവർത്തിക്കുന്ന വിഞ്ചിയുടെ മകൾ ആത്മഹത്യ ചെയ്യുന്നത്. യുടെ മകളാണ് വേരായെ. ഇപ്പോൾ 2016 ലോകത്തുള്ള പല പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്തും അതിനകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ വളരെയധികം നോൺ സെൻസിക്കലായിട്ട് പെരുമാറാൻ തുടങ്ങി. വേരായയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പല കണ്ടെത്തലുകളും പ്രൂവ് ചെയ്യാൻ കഴിയാതെ എത്ര ശ്രമിച്ചിട്ടും ആൻസർ കിട്ടാത്ത രീതിയിലേക്ക് പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി
അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുകയും പാർട്ടിക്കിൾ ആക്സിലറേറ്റർ അടച്ചുപൂട്ടുന്നതിന് തൊട്ടു മുൻപ് വേരായെ അതിനകത്തുള്ള ഒരു പൂളിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് സീരീസിൻ്റെ പ്രസൻറ്റ് ഡേ കണ്ടീഷനായിട്ട് കാണിക്കുന്നത്. അവിടെ സോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവരുടെ കൂടെയുണ്ട്, പക്ഷേ അയാൾ കാണുന്നില്ല ഇവൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മരണത്തിന് ശേഷമുള്ള റിച്വൽസിന് ശേഷം ഈ ഓക്സ്ഫോർഡിൽ അവരോടൊപ്പം പഠിച്ച 5 പേർ പരസ്പരം ഒന്നിച്ച് ചേരുകയാണ്. അതിൽ ജാക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒഴിച്ച് ബാക്കി 4 പേരും ഭൗതികശാസ്ത്രത്തിൽ ഗ്രാജുവേറ്റ് ആവുകയും ജാക്ക് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും അവിടെ നടക്കുന്ന സംസാരങ്ങളുമൊക്കെയാണ് പിന്നീട് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഓഗി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഓഗി ഒരു നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈബർ നിർമ്മിക്കുന്ന ഒരു എക്സ്പെർട്ടാണ്. അതായത് അവളുണ്ടാക്കുന്ന നാനോ പാർട്ടിക്കിൾ കൊണ്ടുള്ള മെറ്റീരിയൽസുകൾക്ക് സെൽഫ് അസംബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി നടത്തുകയും അതിൽ വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തുന്നതിൻ്റെ ഏറ്റവും തൊട്ടു മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും അവർ റീയുണൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ സോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ വേരായയുടെ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഈ കഥയ്ക്കിടയിൽ തന്നെ ഡാച്ചി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു പോലീസ് ഓഫീസറായിട്ട് നിന്നുകൊണ്ട് കേസ് അന്വേഷിക്കുകയാണ്. വെയ്ഡ് എന്ന് പറയുന്ന ഒരു സുപ്പീരിയറിൻ്റെ കീഴിലാണ് ഡാച്ച് കേസ് അന്വേഷിക്കുന്നത്. സംഭവം ഇതാണ്: വേരായെ മരിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള ഭൗതിക ശാസ്ത്രജ്ഞർ ലോകത്തിൻ്റെ പല ഭാഗത്തും മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ മരണത്തിൽ വളരെ വിചിത്രമായ പല കാര്യങ്ങളും നിരീക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. ചിലർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭിത്തിയിൽ വിചിത്രമായ ചില നമ്പറുകൾ രക്തത്തിൽ എഴുതി വച്ചിരുന്നിട്ട് ആത്മഹത്യ ചെയ്തതായിട്ടും അത്തരത്തിൽ പലതരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എന്തുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ ഭൗതികശാസ്ത്ര ഗവേഷകർ മരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി വെയ്ഡിൻ്റെ കീഴിൽ അന്വേഷിക്കുന്ന ഒരാളാണ് ഡാച്ചി. എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അന്യഗ്രഹ ജീവികളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സഹായിച്ച ചൈനീസ് സ്ത്രീയാണ്. അപ്പോൾ ഇവർ പറയുന്നത് വേരായെ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക തരത്തിലുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ VR ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി തലയിൽ വയ്ക്കുന്ന സമയത്ത് സ്വന്തം റിഫ്ലക്ഷൻ അതിൽ കാണുകയും അതിനുശേഷം നമ്മുടെ ശരീരം ഒട്ടാകെ മറ്റൊരു ലോകത്തിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടതുപോലെ തോന്നുകയും ചെയ്യും എന്നുള്ള രീതിയിൽ വിശദീകരിക്കുന്നു. അങ്ങനെ വേരായയുടെ ഫ്രണ്ടായ ജിൻ ചെങ് ആണെങ്കിൽ ഈ ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ് കഥയിൽ പറയുന്നത്. ഈ VR ഹെഡ്സെറ്റ് ആര് കൊണ്ടുവന്നുവെന്നോ എങ്ങനെ സൃഷ്ടിച്ചുവെന്നോ ഒന്നൊന്നും അതിലാദ്യം സൂചിപ്പിക്കുന്നില്ല. പകരം അത് കണ്ടാൽ വെറും ഒരു സ്റ്റീൽ പാത്രം പോലെ തോന്നും. തലയിൽ കമിഴ്ത്തി വയ്ക്കുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് ഒരു ഗെയിമിൽ എത്തിച്ചേരുകയും ചെയ്യും. അതാണ് കഥയിൽ മുഴുനീളമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൻ്റെ പാരലായിട്ട് തന്നെ ഓഗി എന്ന് പറയുന്ന നാനോ ഫൈബർ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഗവേഷകയുടെ കണ്ണിൽ ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ഒരു മഞ്ഞ കളറിലെ കണ്ണിലൊരു കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും പിന്നീട് ടാറ്റിയാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നതിന് ശേഷം ഈ കൗണ്ട് ഡൗൺ ഇല്ലാതാകണമെങ്കിൽ നാനോ ഫൈബർ കമ്പനിയിൽ ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ ഷട്ട് ഓഫ് ചെയ്യണമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ എന്തോ മറ്റോ ഇവരിത് ഷട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓഗിയുടെ കണ്ണിൻ്റെ മുന്നിൽ വരുന്ന കൗണ്ട് ഡൗൺ ഇല്ലാതാകുന്നതായിട്ട് സീരീസിൽ കാണിക്കുന്നുണ്ട്. അതായത് നാനോ ഫൈബർ കമ്പനിയുടെ പ്രവർത്തനം ഷട്ട് ഓഫ് ചെയ്യുമ്പോൾ അവളുടെ കൗണ്ട് ഡൗൺ ഇല്ലാതാകുന്നതിൻ്റെ അർത്ഥം അത് ഷട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ കൗണ്ട് ഡൗൺ കഴിയുന്ന സമയത്ത് അവൾ മരണപ്പെടുമെന്നാണ് ഭയപ്പെടുന്നത്. അതേസമയം ജിൻഷെങ് ഈ ഒരു VR ഹെഡ്സെറ്റ് വെച്ചതിന് ശേഷം മറ്റൊരു പഴയ ഏൻഷ്യൻ്റ് വേൾഡിൽ എത്തിയതുപോലെ കാണുകയും അവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ കാണുകയും ചെയ്യുന്നു. അതായത് 2 പേര് നടന്നു പോകുന്നു, അതിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, രാജാവിനെ പോയി കാണുന്നു, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ പരിഹാരത്തിൻ്റെ ഉത്തരങ്ങൾ കറക്റ്റാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ലോകം അവസാനിക്കുന്നു. അവിടെ വളരെ ഹൃദയഭേദകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നു. ആക്ച്വലി അവിടെയാണ് 3 ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. അതായത് ഈ ഒരു VR ഹെഡ്സെറ്റ് ഭൂമിയിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സഹായിച്ചിരിക്കുന്നത് സാൻറ്റിയാണ്. അതായത് 3 ബോഡി പീപ്പിൾ, ഈ ദൂരെ നിന്ന് ഭൂമിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലിയൻസാണ്. അവർ വളരെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആളുകളെ തൻ്റെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ VR ഹെഡ്സെറ്റ് സംഭവം അവരിലേക്ക് എത്തിക്കുകയും അവരെ കളിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അതിനകത്ത് വരുന്ന 3 ബോഡി പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗെയിമുകൾ സെറ്റാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാൻഡി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഗ്രഹം 3 സൂര്യന്മാരുള്ളൊരു ഗ്രഹമായിരുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു 3 ബോഡി പ്രോബ്ലമായി മാറുകയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ 3 ബോഡി പ്രോബ്ലം അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ കാര്യക്ഷമമായിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബുദ്ധിയോടുകൂടി പെരുമാറാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഗെയിമിലെ ഏറ്റവും വലിയ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലരും കളിച്ചു, ഒരുപാട് പേര് പരാജയപ്പെട്ടു. എന്നാൽ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ഗെയിമാണ്. അതായത് ഇൻവൈറ്റ് ചെയ്യാത്ത ആളുകൾ ആ VR ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കിൽ ഒരു
വാള് ധരിച്ച ഒരു സ്ത്രീ കഥാപാത്രം വന്ന് അവരെ വെട്ടി കളിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് നമ്മുടെ നെർസും നമ്മുടെ ഐറിസിൻ്റെ പാറ്റേണുമായിട്ടൊക്കെ തന്നെ ഇൻ്റർലിങ്ക് ചെയ്തിട്ട് നമ്മുടെ ശരീരം പാരലൈസ് ചെയ്തിട്ട് ബോഡി അതേപോലെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യയാണ് VR ഹെഡ്സെറ്റിലൂടെ സാൻഡി ഇവരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഗെയിമിൽ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻചെങ് എന്ന് പറയുന്നത്. ജിൻചെങ്ങിന് ശേഷം പലർക്കും അതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ 1-2 കഥാപാത്രങ്ങൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിലൊന്നാണ് വിൽ ഡൗണിങ് എന്ന് പറയുന്നത്. വിൽ ഡൗണിങ് എന്ന് പറയുന്നത് ഇവരുടെ കൊളീഗ് തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരന് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അപ്പോൾ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് ജാക്കാണ്. ജാക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇവരുടെയൊക്കെ തന്നെ കൂടെ പഠിച്ചതാണെങ്കിലും ഡ്രോപ്പ് ഔട്ടായിട്ടൊരു സ്നാക്സ് കമ്പനി നടത്തുകയാണ്. അപ്പോൾ ഇത്രയും പേര് ചേർന്നുകൊണ്ട് ഈ ഒരു വീരായയുടെ മരണത്തിന് ശേഷമുള്ള ഈ റീയൂണിയന് ശേഷം നടക്കുന്ന ഈ വക സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീരായെ മരണപ്പെട്ട അതിൻ്റെ ബുദ്ധിസ്റ്റ് പരമായിട്ടുള്ള ചില ആചാരങ്ങൾ നടക്കുന്ന സമയത്ത് ഇവാൻസിൻ്റെ വയസ്സായ കഥാപാത്രം വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി എയ്ക്കും ഇവാൻസിനും ഉണ്ടായ കുഞ്ഞാണ് വേരായി എന്ന് പറയുന്നത്. വേരായെ ഒരു ഭൗതിക ശാസ്ത്രജ്ഞയായിട്ട് വളർത്തി അവസാനം അവൾ ആത്മഹത്യ ചെയ്തു. പക്ഷേ ആത്മഹത്യയുടെ റീസൺ എന്ന് പറയുന്ന കഥയിൽ പിന്നീട് വെളിപ്പെടുത്തുന്നത് ഈ എന്ന് പറയുന്ന തൻ്റെ അമ്മയായ ഭൗതിക ശാസ്ത്രജ്ഞയായ ഏലിയൻസിനെ വിളിച്ച ആ സ്ത്രീയുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേരായെ തിരിച്ചറിയുകയും ഇവാൻസ് ആരാണ്, ഇവാൻസും എയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവാൻസ് തൻ്റെ അച്ഛനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ റിസൾട്ടുകളൊക്കെ പരാജയപ്പെടുന്നതിൻ്റെയൊക്കെ തന്നെ വിഷമമൊക്കെ ആകെ കൂടിയാണ് വേരായെ സൂയിസൈഡ് ചെയ്തത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കഥയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ചുരുക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ജാക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തിന് പിന്നീട് ഈ ഒരു VR ഹെഡ്സെറ്റിൽ ഗെയിം കളിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ ജിൻചെങ്ങും ജാക്കും ചേർന്നുകൊണ്ട് ഒരുപാട് മിഷനുകൾ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുകയും പലതരത്തിലുള്ള ലോകത്ത് നിന്നിട്ട് 3 ബോഡി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് സീരീസ് കാണാം. എന്നാൽ അവസാനം ജാക്ക് ഏലിയൻസിനെ വരവിനെ സംശയിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഏലിയൻസ് പക്ഷക്കാരിയായിട്ടുള്ള ടാറ്റിയാന എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രം ജാക്കിനെ കൊന്നു കളയുന്നുണ്ട്. അപ്പോൾ ജാക്ക് മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗണിങ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അപ്പോൾ ഈ വെയ്ഡ് എന്ന് പറയുന്ന ആളാണ് ഹൈ ഇൻ്റലിജൻസ് ഓഫീസർ. അയാൾക്ക് ഡാച്ചിയുടെ സഹായത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയുകയും സാൻഡി ഭൂമിയിലേക്ക് വരുന്നത് തടയുകയും ചെയ്യണം. ഇനി സാൻഡിയെക്കുറിച്ച് പറയാം. സാൻഡി എന്ന് പറയുന്ന ഏകദേശം 4 പ്രകാശവർഷം അകലെയുള്ള ആൽഫ സെൻറ്റോറി സിസ്റ്റത്തിലെ ഒരു 3 ബോഡി പ്രോബ്ലം പ്രശ്നം നേരിടുന്ന 3 സണ്ണുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സാങ്കല്പിക ഗ്രഹത്തിലെ അന്യഗ്രഹ ജീവികളാണ്. അപ്പോൾ 3 ബോഡി പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ബോഡി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്രഹത്തിന് ചുറ്റും 3 സൂര്യന്മാരുണ്ടെങ്കിൽ ആ സൂര്യന്മാർ ചില രീതിയിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രഹം പൂർണ്ണമായും തണുത്തു പോവുകയോ തീ പിടിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ സാൻഡി എന്ന് പറയുന്ന ജനറേഷൻ ആ ഒരു ഗ്രഹത്തിലുണ്ടായി അവർ പരിണമിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിവിലൈസേഷനായി മാറുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ 3 ബോഡി പ്രോബ്ലം എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നത്, 3 ബോഡി സിസ്റ്റം എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ നശിക്കുന്നു, പുനർജീവിക്കുന്നു, അവർ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആകുന്നു. അങ്ങനെ അഡ്വാൻസ്ഡായി ഈ സാൻഡി എന്ന് പറയുന്ന ജനവിഭാഗം മീൻസ് ഏലിയൻ വിഭാഗം അവരുടെ ടെക്നോളജി ഹൈലി ഡെവലപ്പ് ചെയ്യുകയും അവരുടെ ഫുൾ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 എൻറ്റാങ്കിൾഡ് പ്രോട്ടോൺസിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഭൂമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഭൂമിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന അവർക്ക് ഏകദേശം 400 വർഷത്തോളം സഞ്ചരിക്കേണ്ടി വരും ഭൂമിയിലെത്താൻ. കാരണം 4 പ്രകാശവർഷം അകലെയാണ്. പ്രകാശത്തിൻ്റെ 1% വേഗതയിൽ സഞ്ചരിച്ചാൽ 40 വർഷം കൊണ്ടെത്തും. പ്രകാശത്തിൻ്റെ 0.01 വേഗതയിൽ സഞ്ചരിച്ചാൽ 400 വർഷം കൊണ്ടെത്തും. അപ്പോൾ അവരുടെ വാഹനത്തിൻ്റെ വേഗത പ്രകാശത്തിൻ്റെ 0.01% വേഗതയാണ്. അപ്പോൾ അവർ ഭൂമിയിലേക്ക് ഒരു വലിയ സംഘമായി മനുഷ്യരെ എൻസ്ലേവ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ 400 വർഷം കൊണ്ട് ഭൂമിയിലെത്തുമ്പോൾ ഇപ്പോൾ തന്നെ മനുഷ്യൻ അഡ്വാൻസ് ചെയ്തിട്ട് റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2 ലക്ഷം വർഷം കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടായത്. തീ കണ്ടുപിടിച്ചിട്ട് വളരെ പെട്ടെന്ന് ചക്രം കണ്ടെത്തി. അതിനേക്കാൾ വളരെ പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എത്തി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നിന്ന് വളരെ പെട്ടെന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വികാസ പരമ്പരയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ സാൻഡിയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, സാൻഡി ആയിട്ടുള്ള ഏലിയൻസ് ഭൂമിയിലേക്ക് 400 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 390 വർഷം കൊണ്ട് എത്തിച്ചേരുമ്പോൾ മനുഷ്യൻ അവരെ എതിർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരെ ഓവർകം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ആകുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി അവർ മനുഷ്യനുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായിട്ട് മാറി ഭൂമിയെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്ര പവറുള്ള കമ്പ്യൂട്ടറുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കി അതിനെ ഒരു പ്രോട്ടോൺ സൈസിലേക്ക് ചുരുക്കുകയും അവയെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ആയിട്ടുള്ള പാർട്ടികളായി മാറ്റുകയും ചെയ്യുന്നു, എൻറ്റാങ്കിൾഡ് പാർട്ടികളായി മാറ്റുകയും ചെയ്യുന്നു.
അപ്പോൾ എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾക്കുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ അവരുടെ വേവ് ഫംഗ്ഷനുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസിലിരുന്നാലും ഒരാൾക്കുണ്ടാകുന്ന മാറ്റം മറ്റൊരാൾക്ക് സ്പോട്ടിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ 4 വർഷം പ്രകാശവേഗത്തിൽ സിഗ്നൽ സഞ്ചരിക്കുന്ന ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വളരെ ഫിസിക്സിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ സീരീസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സാൻഡി പീപ്പിൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയും അവയെ പ്രോട്ടോൺ സൈസിലേക്ക് ചുരുക്കുകയും ചെയ്തു. ഇതേ പ്രോട്ടോണുകൾ തന്നെ എക്സ്പാൻഡ് ചെയ്ത് സൂപ്പർ കമ്പ്യൂട്ടർ ആക്കാനും കഴിയും. അവരുണ്ടാക്കിയ പ്രോട്ടോണുകളെ അവർ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. എണ്ണം കുറച്ച് പ്രോട്ടോണുകളേ ഉള്ളൂ. അപ്പോൾ ഏകദേശം അത് സഞ്ചരിച്ചിട്ട് ഈ വിഷയമുണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് കടന്നു വന്നു. അതായത് അവർ അവരുടെ എൻറ്റാങ്കിൾഡ് പ്രോട്ടോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം സൃഷ്ടിച്ചാൽ അതേ കാര്യം സ്പോട്ടിൽ ഭൂമിയിൽ സംഭവിക്കും. അപ്പോൾ മനുഷ്യൻ്റെ പുരോഗതി തടയുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് അകത്തേക്കും പാർട്ടിക്കിൾ ആക്സിലറുകൾക്ക് അകത്തേക്കുമൊക്കെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ എൻറ്റാങ്കിൾഡ് പ്രോട്ടോൺസ് ആണ്. മാത്രമല്ല ഓഗിയുടെ കണ്ണിൽ പ്രവേശിച്ച് റെറ്റിനയിൽ കൗണ്ട് ഡൗൺ ഉണ്ടാക്കിയതും ഈ എൻറ്റാങ്കിൾഡ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കാപ്പബിലിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്ന് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ നോക്കി ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാമെന്നുള്ളത്. അതായത് ഭൂമിയിലെത്തിയ പ്രോട്ടോണിന് ഭൂമിയുടെ സർഫസിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ വിസിബിലിറ്റി തന്നെ മറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അന്ന് രാത്രി തന്നെ എല്ലാ മനുഷ്യരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആകാശത്ത് നക്ഷത്രങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നാൽ ഭൂമിക്ക് പുറത്തുള്ള ഉപഗ്രഹങ്ങളൊന്നും തന്നെ അത് കണ്ടിട്ടില്ല. അതായത് ഭൂമിയിലേക്ക് പ്രകാശം വരുന്നത് തടയാൻ പോലും ആ പ്രോട്ടോണുകൾക്ക് സാധിക്കും. അപ്പോൾ ഇതേ പ്രോട്ടോണുകളാണ് ഓഗിയുടെ കണ്ണിൽ വരുന്നതും നാനോ ടെക്നോളജിയെ തടയുകയും ചെയ്യുന്നത്. ഈ നാനോ ടെക്നോളജി തടയുന്നത് എന്തിനായിരിക്കാം? സ്വാഭാവികമായിട്ടും ഈ നാനോ ഫീൽഡിലുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ കടന്നുവരവിനെ തടയുമെന്ന് പേടിച്ചുകൊണ്ട് ആ ഒരു സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഇല്ലാതാക്കുന്നതായിരിക്കാം. ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് നിലവിൽ ഇവാൻസ് എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അന്യഗ്രഹ ജീവികളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൻറ്റിന സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ലൈവായിട്ട് സാൻഡി പീപ്പിളുമായിട്ട് ഇവാൻസ് സംസാരിക്കുകയും മൈൽ ഓടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അവിടെ കുറേ ആളുകൾ ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കപ്പലിൽ. ജെ ചിങ്ങിൻ്റെ ബോയ് ഫ്രണ്ടാണ് രാജ് വർമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ രാജ് വർമ്മയുടെ സഹായത്തോടു കൂടി ഇവാൻസ് പറയുന്നത് അവർ പനാമ കനാൽ കടക്കുന്ന ഒരു സമയമുണ്ട്, ഈ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പലിനെ ഈ ഓഗിയുടെ നാനോ ഫൈബറുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് ഇത് മൊത്തത്തിൽ വെട്ടിമുറിച്ച് അതിനകത്തുള്ള കംപ്ലീറ്റ് ആളുകളെയും ഇല്ലാതാക്കി കപ്പലിനെയും പൊളിച്ചതിന് ശേഷം ഈ ഫ്ലൈറ്റ് ഡാറ്റ, ഈ ഏലിയൻസുമായിട്ട് സംസാരിക്കുന്ന ഡാറ്റ കൈവശപ്പെടുത്താനായിട്ട് വെയ്ഡ് എന്ന് പറയുന്ന ഹൈ പോലീസ് ഓഫീസർ നിർദ്ദേശിക്കുകയും രാജ് വർമ്മ അത് നടപ്പിലാക്കുകയും ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ആൻറ്റിന ഉൾപ്പെടെയുള്ള ഏലിയൻസുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വെസലിനെ ഫുള്ള് പനാമ കനാൽ കടക്കുന്ന സമയത്ത് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവാൻസ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ കള്ളം പറയും എന്നൊരു യാഥാർത്ഥ്യം ഒരു നോവലിൻ്റെ കഥ പറയുന്നതിനിടയ്ക്ക് ഇവാൻസ് സാൻഡിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഫലമായി സാൻഡി പീപ്പിൾ ചെയ്യാത്ത ഒരേ ഒരു കാര്യം കള്ളം പറയുക എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ കള്ളം പറയുമെന്ന് സാൻഡി പീപ്പിളിന് മനസ്സിലാകുകയും ഇവാൻസിനെ കൈയൊഴുകുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പനാമ കനാൽ കടക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ തകരുന്നത് എന്ന് കഥയിൽ എവിടെയൊക്കെയോ പറഞ്ഞു വെക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഏകദേശം ഒരുപാട് ബൈറ്റ് ഡാറ്റ വരുന്ന വലിയൊരു സ്റ്റോറേജ് സിസ്റ്റമാണ് ഈ തകർന്ന ജഡ്ജ്മെൻറ്റ് ഡേ കപ്പലിൽ നിന്നും ഗവേഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ അവർക്ക് അതിൽ നിന്ന് കാര്യമായ വിഷയങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം സാൻഡിയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം, ഈ പറയുന്ന എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിളുകൾ ഭൂമിയിലേക്ക് അയച്ചു, നിങ്ങൾ 400 വർഷത്തേക്ക് യാതൊരു തരത്തിലും ശാസ്ത്രീയമായി പുരോഗതി പ്രാപിക്കില്ല എന്നൊക്കെ വെളിപ്പെടുത്തിയതിന് ശേഷം ലോകത്തുള്ള മുഴുവൻ നെറ്റ്വർക്കുകളെയും ഹൈജാക്ക് ചെയ്യുകയും ഹ്യൂമൻസ് ആർ ബഗ്സ് എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ടെലിവിഷനിലും മെസ്സേജ് വരികയും ചെയ്തു. അതിനുശേഷം ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും 400 വർഷത്തിനുള്ളിൽ അവരിവിടെ എത്തിച്ചേരുമെന്ന് ലോകം മുഴുവൻ അറിയുകയും ഈ ആളുകളെ ഇത് കാണിക്കാൻ വേണ്ടി അവരയച്ച പ്രോട്ടോൺ ഭൂമിയെ മുഴുവൻ പകല് കവർ ചെയ്തിട്ട് ഒരു കണ്ണുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന രീതിയിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആളുകൾ മൊത്തം പാനിക്കാവുന്നു, ആകെ പ്രശ്നം ഉണ്ടാകുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു, മതപരമായി സംസാരിക്കുന്നു, മറ്റ് ചിലർ സാത്താൻ സേവ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ കെയോട്ടിക്കായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാൻഡിയുടെ വാഹനങ്ങളെ തടയുന്നതിനും അവരുടെ ഇൻഫർമേഷനുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അയക്കണമെന്നുള്ള രീതിയിലുള്ളൊരു ഗവേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓഗി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാനോ ഫൈബർ കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സോളാർ സെയിൽ സംവിധാനം ഉണ്ടാക്കാനും ഈ സോളാർ സെയിലിൻ്റെ പ്രൊപ്പൽഷൻ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ന്യൂക്ലിയർ ഡെട്ടനേഷൻ ഉപയോഗിക്കാനുമുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു 10,000-3000 അണുബോംബുകൾ പൊട്ടിച്ച് പോകുമ്പോൾ ഇവ ഓരോന്നിൻ്റെയും പൊട്ടലിൻ്റെ ഫലമായിട്ട് വേഗത കൂടി സാൻഡിയുടെ അടുത്തെത്താൻ പറ്റുമെന്നാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എന്തിനെ അയക്കും എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം ആയുസ്സുള്ള രീതിയിൽ
വിൽ ഡൗണിങ് പാൻക്രിയാറ്റിക് ക്യാൻസറുമായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അങ്ങനെ വിൽ ഡൗണിങ്ങിൻ്റെ കൺസെൻറ്റ് ചോദിക്കുന്നു. അത്യാവശ്യം ഭൗതികശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള എന്നാൽ എന്തെങ്കിലും മനസ്സിലാകുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ ബ്രെയിനിനെ ഫ്രീസ് ചെയ്തതിന് ശേഷം സാൻഡിയിലേക്ക് അയക്കാനും സാൻഡി അത് എൻകൗണ്ടർ ചെയ്ത് റിവൈവ് ചെയ്യുമ്പോൾ അത് മനുഷ്യന് ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ തരുമെന്നും കരുതിയാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ അത് മരിക്കാത്ത രീതിയിൽ ഫ്രീസ് ചെയ്തതിന് ശേഷം സാൻഡിയുടെ മുന്നിലേക്ക് അയക്കാൻ വേണ്ടി ഈ വെയ്ഡിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം ശ്രമിക്കുന്നത്. അങ്ങനെ റോക്കറ്റിൽ എന്ത് ചെയ്യുന്നു, വില്ലിങ്ങിൻ്റെ തലച്ചോറെടുത്ത് വില്ലിങ്ങിനെ കൊല്ലുന്നു. പക്ഷേ തലച്ചോറിൻ്റെ ഒരു ജീവനുള്ളൊരു പാർട്ട് എടുത്തിട്ട് അതിനെ പ്രത്യേക രീതിയിൽ ഒരു ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ബോക്സിലാക്കുന്നു. എന്നിട്ട് അതിൽ ഒരു സോളാർ സെയിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരുപാട് ദൂരെ പല ഭാഗങ്ങളിലായിട്ട് ന്യൂക്ലിയർ ഡെറ്റനേറ്ററുകൾ സ്ഥാപിച്ചിട്ട് ഈ ന്യൂക്ലിയർ ഡെറ്റനേറ്ററുകൾ കടന്നു പോകുമ്പോൾ പൊട്ടിക്കുന്നു, വേഗത കൂടുന്നു, അടുത്തത് പൊട്ടുന്നു. അങ്ങനെ ഒരു 3000 ന്യൂക്ലിയർ ഡെറ്റനേറ്ററുകൾ പൊട്ടിച്ച് സാൻഡിയുടെ അടുത്ത് എത്താൻ പറ്റുന്ന രീതിയിൽ പ്രകാശത്തിൻ്റെ 0.01% വേഗത കൈവരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ വളരെ ഇൻട്രീഗ് ആയിട്ടുള്ള രീതിയിൽ അടിപൊളിയായ രീതിയിൽ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നു. അതിനുശേഷം സോളാർ സെയിൽ പോലെ വളരെ ഷീറ്റ് ഘടിപ്പിച്ച ആ ഒരു വില്ലിങ്ങിൻ്റെ തലച്ചോറുമായിട്ടുള്ള ഭാഗം കടന്നു പോകുന്നു. ഒരു 3-4 ന്യൂക്ലിയർ ഡെറ്റനേറ്റർ പൊട്ടുമ്പോൾ തന്നെ ഈ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലിപ്പ് ഇളകിപ്പോയതിന് ശേഷം വില്ലിങ്ങിൻ്റെ ബ്രെയിനും സോളാർ സെയിലും എല്ലാം തന്നെ ദിശ മാറി ആ ഒരു ദൗത്യം പരാജയപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് കഥയുടെ പല രീതിയിലുള്ള ഒരു പോക്ക് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും 8ാമത്തെ എപ്പിസോഡ് എത്തുന്നതോടുകൂടി ലോകം മുഴുവൻ ഒന്നിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി വിശ്വസ്തരായ 3 പേരെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കണ്ടെത്താനും പ്ലാനുകൾ അവർക്ക് 3 പേർക്ക് മാത്രം അറിയുന്ന രീതിയിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം തീരുമാനിക്കുന്നു. അതായത് നല്ല ബുദ്ധിയുള്ള, കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം. കാരണം ഇൻ്റർനെറ്റിനെ ഇന്ന് റിലേ ചെയ്യാൻ കഴിയില്ല, സാൻഡി ഹാക്ക് ചെയ്യും. അപ്പോൾ സാൻഡിക്ക് ഹാക്ക് ചെയ്യാൻ കഴിയാത്തത് മനുഷ്യൻ്റെ ബ്രെയിനാണെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്ലാനുകൾ രൂപീകരിക്കുന്ന ഒരു ഗ്ലോബൽ ലീഡേഴ്സായിട്ട് 3 പേരെ സെലക്ട് ചെയ്യണമെന്നും പറയുന്നു. അതിൽ 2 പേരെ നമുക്കറിയില്ല. പക്ഷേ 3ാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്യുന്നത് സോൾ ഡ്യൂറാൻറ്റിനെയാണ്. അതായത് ആദ്യം വീരായെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ കഥയിലുടനീളം ഒരു പ്രധാന ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ച വ്യക്തിയെയാണ് അവിടെ ഒരു 3ാമത്തെ ഒരു ബുദ്ധിജീവിയായിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട വ്യക്തിയായിട്ടും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അയാൾക്ക് നേരെ വധശ്രമം ഉണ്ടാകുന്നു, അത് നടക്കാതെ പോകുന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ സാൻഡി പീപ്പിളെല്ലാം കൂടിച്ചേരുന്ന ഒരു സ്ഥലത്തിനകത്ത് പോലീസിൻ്റെ എൻകൗണ്ടർ ഉണ്ടാകുന്നു. അതിൽ നിന്ന് ടാറ്റിയാന മാത്രം രക്ഷപ്പെടുന്നു, ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ വയസ്സായ പഴയ മംഗോളിയയിലെ ആ ഒരു റിസർച്ച് സെൻറ്ററിൽ എത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ സീരീസിൽ അരങ്ങേറുന്നുണ്ട്. എന്തായാലും ഇതുവരെയാണ് 1ാമത്തെ സീസണിലെ 8 എപ്പിസോഡുകൾ കഥ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം, പ്രകാശവർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, 3 ബോഡി പ്രോബ്ലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, VR ഹെഡ്സെറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്, ന്യൂക്ലിയർ ആക്സിലേറ്ററുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഭൗതികശാസ്ത്രത്തിൻ്റെ ഇതുവരെയുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തരുന്ന ഒരു സീസണായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ 3 ബോഡി പ്രോബ്ലം പോകുന്നത്. എന്തായാലും നമ്മൾ ഇതുപോലെയുള്ള എപ്പിസോഡുകൾ ഇനിയും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് കാണാൻ നോക്കുക. ഒരു പോഡ്കാസ്റ്റ് പോലെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നീളത്തിന് സംസാരിക്കാനും അധികം ഗ്രാഫിക്സും അനിമേഷൻസും ഒന്നും ഇല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 3 ബോഡി പ്രോബ്ലം പോലെയുള്ള മറ്റ് നെറ്റ്ഫ്ലിക്സ് എപ്പിസോഡുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒരുപാട് പോപ്പുലറായതും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കഥയാണെങ്കിൽ അതിൻ്റെ മലയാളത്തിലുള്ള വെർഷൻസായിട്ട് നമുക്കിതിൽ പോഡ്കാസ്റ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഞാൻ സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ പല പ്ലാറ്റ്ഫോമുകളിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റ് വെർഷൻ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കഥ ഇതിനേക്കാൾ മിനിയേച്ചറായിട്ടൊരു ടെക്സ്റ്റായിട്ട് ഞാൻ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോക്കാം. മാത്രമല്ല ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ